ആശാസമരത്തെ തള്ളി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ചെയ്തുവെന്നും ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എന്നാൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ആശമാർ. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി 3 തവണയും നാഷണൽ ഹെൽത്ത് മിഷൻ അധികൃതരുമായി 2 തവണയും നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് തൊഴിൽ മന്ത്രിയുമായി ആശാപ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച തൃപ്തികരമെന്നായിരുന്നു ആശാപ്രവർത്തകരുടെ ആദ്യ പ്രതികരണം. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി സമരത്തെ പൂർണ്ണമായും തള്ളി. അതിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മതി. 5 പ്രാവശ്യം ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തി, 2 പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ വേണ്ടി പോയി. ഇത്രയധികം ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. സമരാവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാതെ പിന്നോട്ടില്ലെന്നും മന്ത്രിയുടെ നിലപാട് സമരക്കാരെ അവഹേളിക്കാനെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. കമ്മിറ്റി വെച്ചിട്ട് എന്ത് പഠിക്കാനാണ്? ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് പഠിക്കാം. പക്ഷെ അതിന് 3 മാസത്തെയോ 1 മാസത്തെയോ പോലും സാവകാശത്തിൽ വേണ്ട. കാരണം എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് 2 മാസം കൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതൊന്ന് ക്രോഡീകരിച്ച് ഇറക്കുക എന്നുള്ളത് മാത്രമേ ഇനി സർക്കാരിൻ്റെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ പറയുന്നത് ഞങ്ങൾ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇവിടെ ഒരു നടപടി എടുത്തിട്ടില്ല. അതേസമയം ഈ മാസം 12-ന് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസംഗമം അടക്കം നടത്തി സമരം ശക്തിപ്പെടുത്താനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. 24 തിരുവനന്തപുരം.